ഹബീബായ നബി തങ്ങളെ വാഴ്ത്തുക, പുകഴ്ത്തുക, പ്രശംസിക്കുക, പ്രകീർത്തിക്കുക എന്നത് നിസ്സാരമായൊരു സംഗതിയല്ല. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും ആദരവ് നൽകിയിട്ടുള്ളത് മുത്തുനബിക്കാൻ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള നിമിഷം ഇൻഷാ അല്ലാഹ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുത്ത് റസൂലിൻ്റെ മദ്ഹ് ആലപിച്ച് ഹബീബായ നബി തങ്ങളെ വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ച് മൗലീദ് പാരായണം ചെയ്ത് ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹബീബായ നബി തങ്ങളെ വാഴ്ത്തണം, പുകഴ്ത്തണം, പ്രകീർത്തിക്കണമെന്നത് മുത്ത് റസൂലിനെ വാഴ്ത്താൻ കൽപ്പിച്ചത് അല്ലാഹുവാണ്. ഹബീബായ നബിയെ നമ്മൾ എങ്ങനെ വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും അതെല്ലാം സലാത്തിൻ്റെ വകുപ്പിൽപ്പെടും. അതുകൊണ്ടൊക്കെ വലിയ പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇത് മഹാന്മാരായ സഹാബത്തിൻ്റെ രീതിയായിരുന്നു. അവര് പരമാവധി സമയം കിട്ടുമ്പോഴൊക്കെയും ഹബീബായ നബി തങ്ങളെ നന്നായി വാഴ്ത്തും, പുകഴ്ത്തും, പ്രശംസിക്കും, പ്രകീർത്തിക്കും. കേവലം പറയൽ മാത്രമല്ല, പാടാനും അവർ സന്നദ്ധരായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനെ കുറിച്ച് നന്നായി മുത്തുനബിയുടെ കാലഘട്ടത്തിൽ തന്നെ പാട്ടുപാടിയത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി തങ്ങളെ നന്നായി വർണ്ണിച്ചു, ഹബീബിന്റെ മഹത്വം പറഞ്ഞ് പാട്ട് പാടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ നിന്ന മാ ഖാല വാഖിഉ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സഹോദര സഹോദരി ശ്രദ്ധിക്കണം, ഹബീബിന്റെ ഹളറത്തിൽ വെച്ച് പാട്ടുപാടിയതാണ് വഫീന റസൂലുള്ളാഹി യത്ലു കിതാബഹു. ഇലാഹായ റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ നന്നായി ഞങ്ങൾക്ക് പാരായണം ചെയ്ത് തരുന്നൊരു പ്രവാചകൻ ഞങ്ങൾക്കിടയിലുണ്ട്. ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ നിന്ന മാ ഖാല വാഖിഉ. നബി തങ്ങളെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ്. ഇരുൾ മുറ്റിയ അജ്ഞതയിൽ ഞങ്ങൾക്ക് നേരിൻ്റെ വെളിച്ചം കാണിച്ചു തന്നത് മുത്തുനബിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ നബി സംഭവിക്കുമെന്ന് പറഞ്ഞതൊക്കെയും സംഭവിച്ചിരിക്കും. ചുരുക്കത്തിൽ നബി തങ്ങളെ വാഴ്ത്തുക, പുകഴ്ത്തുക, പ്രശംസിക്കുക, പ്രകീർത്തിക്കുക, ഈ ഒരു സ്വഭാവം നമ്മളിലൊക്കെ ഉണ്ടാവണം. റബീഉൽ അവ്വൽ സമാഗതമായാൽ പ്രത്യേകിച്ചും മുഅ്മിനീങ്ങളെ നമുക്ക് പ്രതീക്ഷയോടെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താം. പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഹബീബായ നബി തങ്ങളെ വാഴ്ത്തുക, പുകഴ്ത്തുക, പ്രശംസിക്കുക, പ്രകീർത്തിക്കുക എന്നത് നിസ്സാരമായൊരു സംഗതിയല്ല. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും ആദരവ് നൽകിയിട്ടുള്ളത് മുത്തുനബിക്കാൻ. ആ നബിയെ ആദരിക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളതും. അങ്ങനെയാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഖൈറെന്ന പഴം കഴിച്ചല്ലോ. അതിൻ്റെ പേരിൽ ആദം നബിക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോരേണ്ടി വന്നല്ലോ. ആദം നബി റബ്ബിനോട് ചോദിച്ചതിങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ. അല്ലാഹ്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് തേടുകയാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണം. അപ്പൊ അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല ആദം,
മുഹമ്മദ് നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് മനസ്സിലായത്? ഇലാഹായ റബ്ബിന്റെ ചോദ്യമാണ് ആദം, കൈഫ അറഫ്ത മുഹമ്മദാ വലം മഖ്ലുഖുഹു. ആദമേ, മുഹമ്മദ് നബിയെ നാം പടച്ചിട്ടില്ല, മുഹമ്മദ് നബിയെ നാം സൃഷ്ടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ മുഹമ്മദ് നബിയെ നിങ്ങൾ മനസ്സിലാക്കിയത്, അറിഞ്ഞത്? അപ്പോൾ ആദം നബി കൊടുത്ത ഒരു മറുപടി ഈ പുണ്യ റബീഉൽ അവ്വൽ സമാഗതമാകുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആദം നബി നൽകിയ മറുപടി ഇങ്ങനെയാണ്: റബ്ബേ, ലമ്മാ ഖലഖതനീ ബിയദിക വനഫഖത ഫിയ മിർ റൂഹിക റഫഅതു റഅസി ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഫഅലിംതു ഫഅറഫ്തു അന്നക ലം തുളിഫ് ഇല ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക്. അല്ലാഹുവേ, ഞാൻ ആ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കാനുള്ള കാരണം എന്തെന്നറിയോ? നീ എന്നെ സൃഷ്ടിക്കുകയും അങ്ങനെ എന്നിൽ റൂഹൂദി, ആ റൂഹൂദിയതിൻ്റെ ഫലമായി റഫഅതു റഅസി, ഞാൻ എൻ്റെ തല ഉയർത്തി. ഞാൻ എൻ്റെ തല ഉയർത്തിയപ്പോൾ ഞാൻ ആദ്യമായി അർശിലേക്കാണ് നോക്കിയത്. ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർശിന്റെ തൂണുകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നു. എന്താണ് എഴുതി വച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 12 അക്ഷരം കഴിഞ്ഞതിൻ്റെ ഉടനെ പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന 12 അക്ഷരാണ്. നിന്റെ പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പേര് കഴിഞ്ഞ ഉടനെ പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബിയുടെ പേരാണ്. ഫഅലിംതു ഫഅറഫ്തു, അപ്പോൾ ഞാൻ അറിഞ്ഞു, മനസ്സിലാക്കി. അന്നക ലം തുളിഫ് ഇല ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക്. അല്ലാഹ്, നിന്റെ പേരിൻ്റെ കൂടെ ഒരാളുടെ പേര് നീ ചേർക്കണമെങ്കിൽ അയാളായിരിക്കുമല്ലോ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ടയാൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ചോദിച്ചത്. അപ്പോൾ അല്ലാഹു തആല നൽകിയ മറുപടിയുണ്ട്: സദഖത യാ ആദം, ആദമേ, നിങ്ങൾ പറഞ്ഞത് സത്യാണ്. صدقت يا آدم ادعوني بحقه إنه أحب الخلق إلي قد غفرت لك. ആ നബിയുടെ ഹക്ക് കൊണ്ട് ആ നബിയെ ചേർത്തു പിടിച്ച് ആ നബിയുമായി ബന്ധം സ്ഥാപിച്ച് ആവശ്യമുള്ളതെന്നോട് ചോദിച്ചോളൂ. ആ നബിയാണ്, മുഹമ്മദ് നബിയാണ് എൻ്റെ സൃഷ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ. ആദം, താങ്കൾക്ക് ഞാൻ പൊറുത്തിരിക്കുന്നു എന്ന് അള്ളാഹു അറിയിച്ചു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഇഷ്ടായിരുന്നു ആ മുത്തുനബിയോട് അള്ളാഹുവിന്. അതിനനുസരിച്ച് അത് മനസ്സിലാക്കി സഹാബികളും അങ്ങനെയായിരുന്നു. നിങ്ങളറിയോ, മുത്തുനബി ഒന്ന് കാർക്കിച്ച് തുപ്പുകയാണെങ്കിൽ അതിന് വേണ്ടി കൈ കാണിച്ചിരിക്കുമായിരുന്നു സഹാബികൾ. അത് കിട്ടിയാൽ ഉടനെ തന്നെ ഫദലക ബിഹാ വജ്ഹഹു വമാ ബലഗഹു മിൻ ജസദിഹി, അത് തൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ അവർ പുരട്ടുമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇത് എവിടെയോ ആരോ പറഞ്ഞതല്ല. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാൻ. സഹാബികൾ ആ മുത്തുനബിയെ ഒരു സാധാരണ മനുഷ്യനായി കണ്ടിട്ടില്ലല്ലോ. ഹുദൈബിയ സന്ധിയിൽ ശത്രുക്കളുടെ പ്രതിനിധിയായി, ഖുറൈശികളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് സുഹൈൽ ഇബ്നു അംറാൻ. സുഹൈൽ ഇബ്നു അംർ ആ സന്ധിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കയിലേക്ക് തിരിച്ചു ചെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളെ ഒരുമിച്ച് കൂട്ടി ഖുറൈശികളോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം? വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക് വഫത്തു അലാ കിസ്റ വകൈസറ വന്നജാഷി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതിനിധിയായി അനവധി രാജാക്കന്മാരുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. നജാഷിയുടെയും കൈസറിൻ്റെയും കിസ്രയുടെയും ഒക്കെ അടുത്ത് നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? വല്ലാഹി
ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബു മുഹമ്മദിൻ മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു. ഒരു രാജാവിനെയും തൻ്റെ അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. ഈ മുഹമ്മദ് എന്ന മനുഷ്യനെ തൻ്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു നേതാവിനെയും അനുയായികൾ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. കഅന്ന ഫീ റൂസിഹിമുത് ത്വയ്ർ. മുഹമ്മദ് എന്ന മനുഷ്യന്റെ മുന്നിൽ ആ അനുയായികൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അനുയായികളുടെ തലയിൽ പക്ഷികളുണ്ട്, പറവകളുണ്ടെന്ന്. അഥവാ പക്ഷി തലയിലുണ്ടെങ്കിൽ അത് പറന്നു പോകുമോ എന്ന് ഭയപ്പെട്ട് എത്രത്തോളം തല നമ്മൾ അടക്കി വെക്കുമോ അതുപോലെ വലിയ അടക്കത്തിലും ഭവ്യതയിലും ആദരവിലും ബഹുമാനത്തിലുമാണ് ആ മനുഷ്യന്റെ മുന്നിൽ അവരിയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കൊരു കഥ കേൾക്കണോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലാഹി യതനഖം നുഖാമാ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വമാ ബലഗഹു മിൻ ജസദിഹി. ആ മുഹമ്മദ് എന്ന മനുഷ്യൻ ഒന്ന് കാർക്കിച്ച് തുപ്പുകയാണെങ്കിൽ അവർ കൈനീട്ടി ഓടുകയാണ്. അത് വീഴുന്നത് അവരിൽ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. നിങ്ങൾക്ക് അറുപ്പ് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? ആരാണ് മുത്തുനബി എന്നറിഞ്ഞില്ലെങ്കിൽ അറുപ്പും വെറുപ്പൊക്കെ തോന്നും. മുഹമ്മദ് നബി കാർക്കിച്ചു തുപ്പുമ്പോൾ അവർ കൈനീട്ടി കാത്തിരിക്കുകയാണ്. കിട്ടിയാലുടനെ മുഖവും ശരീരവും ഒക്കെ അതുകൊണ്ട് തുടക്കും. മാത്രമല്ല ആ മുഹമ്മദ് നബി എന്ന മനുഷ്യൻ ഫൈദാ തവല്ലാ കാദോ യഖ്തതിലൂന അലാ വളൂഇഹി. ആ മനുഷ്യൻ അംഗസ്നാനം വരുത്താൻ ഉളുവെടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് സഹാബികൾ അവർ മത്സരിച്ച് വരികയാണ്. ആ മുഹമ്മദ് എന്ന മനുഷ്യന്റെ ശരീരത്തിൽ സ്പർശിച്ച ആ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി അങ്ങനെ അവരതിന് വേണ്ടി മത്സരിക്കുകയാണ്. കിട്ടിയവരൊക്കെ ഉടനെ തന്നെ അതവരുടെ ശരീരത്തിൽ പുരട്ടും. ഫമല്ലം യുസിബ് മിൻഹും അഖദ മിൻ ബലലി സാഹിബിഹി. എങ്ങാനും ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയവരുടെ നനവിൽ നിന്ന് അവർ വടിച്ചെടുക്കുന്ന രംഗം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇത് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇങ്ങനെയാണ് മുത്തുനബിയെ സഹാബിമാർ കണ്ടിട്ടുള്ളത്. മുത്തുനബിക്ക് അവർ ഈ നിലയിലാണ് വില കൽപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ കൊമ്പ് വെച്ച രക്തമുണ്ടല്ലോ അതുപോലും കുടിക്കാൻ സന്നദ്ധരായ സഹാബിമാരുണ്ട്. ഇതൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസല്ലേ. അതുകൊണ്ട് സഹോദരാ സഹോദരി, ആ നബിയോടുള്ള ഇഷ്കാണ് സത്യത്തിൽ ഈമാന്റെ കരുത്ത്. നബിയോടുള്ള ഇഷ്കാണ് ഈമാന്റെ കരുത്ത്. എത്രത്തോളം പ്രിയം, ഇഷ്ടം, താല്പര്യം ഹബീബിനോടുണ്ടാകുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം, ഇഷ്ടം നമ്മളോടുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹബീബിലേക്ക് അള്ളാഹു നമ്മളെ ചേർത്തിത്തരട്ടെ. മൗലീദ് പാരായണം ചെയ്യലിലൂടെ ഒരുപാട് ആശ്വാസവും ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരം തീർച്ചയായും നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാ അതൊക്കെ വിശദമായി സൗകര്യം പോലെ നമുക്ക് പിന്നീട് പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ മുത്ത് റസൂലിൻ്റെ പവിത്രമായ റബീഉൽ അവ്വലിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരൽപ്പം മനോഹരമായ ആ മങ്കൂസ് മൗലീദ് ഇൻഷാ അല്ലാ പാരായണം ചെയ്യാം. എല്ലാവരും സജീവമായി അതിൽ സംബന്ധിക്കണം. അതിനുശേഷം ഇൻഷാ അല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനയുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ബാപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിൽ, ഭർത്താവിൻ്റെ പേരിൽ ഒക്കെ നിയ്യത്ത് ചെയ്ത് ഓതിത്തീർത്തവർ, മുത്തുറസൂലിൻ്റെ പേരിൽ, ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ പേരിലൊക്കെ ഓതിത്തീർത്തവർ എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ നാഥനോട് നമുക്ക് തേടാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا
وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح فالهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار فلم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى خرجني الله من بين أبوي ولم يلتقيا على صفاه قط صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حصر ما عداد لك أشكو فيه يا سيدي خير النبي
الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب نمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودقت مشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر ولما انتقل نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنها اهتز العرش طربا واستبشارا وزاد الكرسي هيبة وبقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا فأصبحت آمنة تلك الليلة والأنمار تلوح في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لاندقال نوره الآيات وتباشرت به جميع المخلوقات فلما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنين المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها بشري بصاحب الأنوار والوقار والسنا وأتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت بلادتها قد دنا واصطفت الملائكة منزلها في صفر فعلمت أن موعد السرود قد قرب ودنا فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت البلادة وخرج منشور السعادة وجد بآمنة أمر البلادة وحان بروز شمس السعادة تلألأ الحق نورا أضاء ونشرت له في الكون أعلام الرضا وإذا بطاء النبي قد سقط من الهوى فمر بجناحيه على بطن آمنة مسرعا فضربها المخاض ليلة الاثنين 12 من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين.
സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ولد الحبيب السيد المتعبد والنور من وجناته يتوقد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي هذا كحيل الطرف هذا المصطفى هذا جزيل الوصف هذا السيد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي هذا جميل النعت هذا المرتضى هذا مليح الوجه هذا الأوحد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي قالت ملائكة السماء بأسره ولد الحبيب ومثله لا يولد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند يا رب صل على النبي محمد منجي الخلائق من جهنم في غدي صلى عليك الله يا علم الهدى ما ناح طير في الغصون يغدد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ വാഴ്ത്തിയത്, പുകഴ്ത്തിയത്, പ്രശംസിച്ചത്, പ്രകീർത്തിച്ചത് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ.
അള്ളാഹു എല്ലാ അർത്ഥത്തിലും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അഅ്മാലിൽ ഇത് ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ദുന്യവിയും മുഖ്റവിയുമായ വിജയം മുത്ത് റസൂലിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെയും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബിൻ്റെ മദ്ഹു പറഞ്ഞ മജ്ലിസാണിത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തിയ പുകഴ്ത്തിയ പ്രശംസിച്ച മജ്ലിസാണിത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും മുത്ത് റസൂലിൻ്റെ സന്തത സഹചാരികളായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുടെ പേരിലും പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്ത ആയിരങ്ങളാണ് റബ്ബേ. അവരുടെ ബറക്കത്ത് കൊണ്ട് മജ്ലിസിലുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണമേ അല്ലാ. പലതരത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ ഈ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാ. ഇലാഹായ റബ്ബേ, ഈ മുഅ്മിനീങ്ങളുടെ ആമീൻ്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കണമേ അല്ലാ. ഇജാബത്ത് നൽകണമേ അല്ലാ.